സർ, മറ്റന്നാളാണല്ലോ തിരുവോണം. നാം എല്ലാവരും ആസ്വദിച്ച് ഓണസദ്യ കഴിക്കുന്ന ദിവസം. എന്താണ് സാർ, ഈ ഓണക്കാലമാകുമ്പോൾ സോഷ്യൽ മീഡിയയിൽ ധാരാളമായിട്ട് ഇതൊരു സമീകൃത ആഹാരമാണ്, അതേപോലെ ഇതൊരു അൺഹെൽത്തി ഫുഡാണെന്നും പറയുന്നുണ്ട്. ഇതിൽ എന്താണ് ശരി? ജാതിമത ഭേദമന്യേ കേരളത്തിലെ എല്ലാവരും ഒരുമിച്ച് ആസ്വദിച്ച് വർഷത്തിലൊന്ന് കഴിക്കുന്ന ഓണസദ്യയെ നമ്മൾ പ്രത്യേകിച്ച് അനലൈസ് ചെയ്യേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്കിലും ചോദിച്ചുകൊണ്ട് മാത്രം ഞാൻ പറയാം. നമ്മുടെ പുരാതന അല്ലെങ്കിൽ പണ്ട് കഴിക്കുന്ന ഓണസദ്യയെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം. നമ്മുടെ വീട്ടിൽ തന്നെ ലഭിക്കുന്ന കുത്തരി, വീട്ടിൽ തന്നെ ഉള്ള പച്ചക്കറികൾ അല്ലെങ്കിൽ സമീപത്തെ പാടത്തുനിന്നോ ഒക്കെ കിട്ടുന്ന പച്ചക്കറികൾ നമ്മൾ വീട്ടിൽ തന്നെ കുക്ക് ചെയ്ത് നമ്മൾ കഴിക്കുന്ന ഒരു രീതിയാണ്. അത് ഒരു നിലത്തിരുന്നാണ് നിങ്ങൾ കഴിക്കുന്നത്. അപ്പോൾ ചെറിയ ക്വാണ്ടിറ്റിയെ നമ്മൾ കഴിക്കുകയുള്ളായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ധാരാളം പ്രോട്ടീൻസ് കിട്ടും, ആൻറ്റി ഓക്സിഡൻസ് കിട്ടും, വൈറ്റമിൻസ് കിട്ടും, മിനറൽസ് കിട്ടും, എന്തിനും നല്ല ഇനം ഫൈബർ, പ്രോബയോട്ടിക് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊരു ഹെൽത്തി സദ്യയാണെന്ന് പറയാം. അപ്പോൾ ഇന്നെന്താണ് സംഭവിച്ചിരിക്കുന്നത്? നമ്മളുടെ ആ അരിയുടെ ആസ്പെക്റ്റ് തന്നെ നോക്കാം. അതായത് നമ്മൾ ആ കുത്തിരി പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്ത് പോളിഷ് റൈസാണ്, ചിലപ്പം വൈറ്റ് റൈസ് തന്നെയായിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം അതൊരു റിഫൈൻഡ് കാർബായി മാറി. അതുപോലെ നമ്മുടെ ഈ കുക്കിങ്ങിന് വേണ്ടി ധാരാളം റിഫൈൻഡ് ഓയിൽസ്, അതുപോലെ തന്നെ തേങ്ങയുടെ വിവിധ അളവുകൾ, പിന്നെ പഞ്ചസാര കൂടുതൽ ചേർത്ത പല പല പായസങ്ങൾ, പിന്നെ വറയും പൊരിയും അച്ചാറും പിക്കിളും എല്ലാം വളരെയധികം കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് ഹെൽത്ത് ആസ്പെക്റ്റ് പറയുന്നു. ഏറ്റവും പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്തെ കലോറി കണ്ടൻറ്റാണ്. ഏതാണ്ട് 1800 മുതൽ 2500 കലോറി വരെ വരും ഒരു ഓണസദ്യയിൽ. അതായത് നമ്മളൊരു സാധാരണ മനുഷ്യന് ഒരു ദിവസം വേണ്ട അത്രയും കലോറികൾ. അപ്പോൾ അത് ഒരു അൺഹെൽത്തി ആസ്പെക്റ്റാണ്. അപ്പോൾ ഇത് ഈ ഓണസദ്യ നമുക്ക് എങ്ങനെ ഹെൽത്തി ആക്കാം? അതായത് കഴിയുന്നത്ര പോളിഷ് റൈസ് കുറയ്ക്കുക, റൈസിൻ്റെ പോഷൻ കുറയ്ക്കുക, കറിയുടെ അളവ് കൂട്ടുക, പായസത്തിൻ്റെ എണ്ണം കുറച്ച് അല്ലെങ്കിൽ എണ്ണം കൂട്ടിയാൽ അതിൻ്റെ അളവ് കുറച്ച് ആസ്വദിക്കാനുള്ള രീതിയിൽ മാത്രം കഴിക്കുക. അങ്ങനെ ഈ ഓണസദ്യ ഒരു ഹെൽത്തി ഓണസദ്യയാക്കി നമുക്ക് മാറ്റാം. എല്ലാവർക്കും ബിഹൈൻഡ് ദ സ്ക്രബിൻ്റെ തിരുവോണാശംസകൾ. നമുക്ക് ഒരു ഹെൽത്തി ഓണസദ്യ കഴിക്കാം.